ചെവിനായിട്ട് കിടക്കുമായിരുന്നു. അപ്പം സാർ ഒരു ക്വസ്റ്റ്യൻ വായിച്ച്. അപ്പൊ ഞാൻ ഒന്ന് വായിച്ചുതരാം. അപ്പൊ സാറ് ഇവിടെ ഒറ്റ ഇടി ഇടിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ് വീട്ടിൽ പോയി പറയാന്ന് പറഞ്ഞപ്പോ ഇവിടെ പിച്ചി. ഇല്ല, സാറ് എന്നെ നോക്കി പോലുമില്ല, പരീക്ഷ പേപ്പർ പോലും വാങ്ങിയില്ല. ഈരാറ്റുപേട്ട കാരക്കാട് MMMUP സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയെ അധ്യാപകൻ മർദ്ദിച്ചതിനെ തുടർന്ന് ആ വിദ്യാർത്ഥിയുടെ തോളിൽ നിന്നിപ്പോൾ പരിക്ക് സംഭവിച്ചിരിക്കുകയാണ്. വിദ്യാർത്ഥി നമ്മളോടൊപ്പം ചേരുന്നു. മോന്റെ പേരെന്താ? മിസ്ബാഹ്. മോൻ എന്താ സംഭവിച്ചത്? ഞാൻ ഇങ്ങനെ ക്ലാസ്സിൽ ചെവിനായിട്ട് കിടക്കുമായിരുന്നു. പരീക്ഷയായിരുന്നു? ചെവിനായിട്ട് കിടക്കുമായിരുന്നു. അപ്പം സാർ ഒരു ക്വസ്റ്റ്യൻ വായിച്ച്. അപ്പൊ ഞാൻ അത് കണ്ട് ഞാൻ ചെവിനെ പോയപ്പോ സാറിനോട് ചോദിച്ചു ഒന്ന് വായിച്ചുതരാം. അപ്പൊ സാറ് ഇവിടെ ഒറ്റ ഇടി ഇടിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ് വീട്ടിൽ പോയി പറയാന്ന് പറഞ്ഞപ്പോ ഇവിടെ പിച്ചി. മോന് വേദനിച്ചെന്ന് സാറിനോട് പറഞ്ഞായിരുന്നു? ഇല്ല, സാർ എന്നെ നോക്കി പോലുമില്ല, പരീക്ഷ പേപ്പർ പോലും വാങ്ങിയില്ല. പരീക്ഷ പേപ്പർ വാങ്ങിയില്ല? മോൻ പരീക്ഷ എഴുതി കഴിഞ്ഞായിരുന്നോ? മോന് തോളിന് വേദന എടുക്കുന്ന അധ്യാപകനോട് പറഞ്ഞായിരുന്നോ? ഇല്ല. അപ്പൊ എനിക്ക് ഭയങ്കര ഇതായിപ്പോയി, വേദനയായിട്ട് കിടന്നോ? പരീക്ഷയ്ക്ക് ശേഷം സാർ ഇതിനെപ്പറ്റി സംസാരിച്ചോ? ഇല്ല. മോനിപ്പോ നല്ല വേദനയുണ്ടോ? ഇപ്പോൾ വിദ്യാർത്ഥിയുടെ പിതാവ് ചേരുന്നു. എന്താ സംഭവിച്ചത്? ഞാനിതുപോലെ വീട്ടിൽ നിന്നുമ്പോൾ കൊച്ച് സൈക്കിള് ഇങ്ങനെ ഒരു കൈ ഇങ്ങനെ തള്ളിക്കൊണ്ട് വരുന്ന കണ്ട് ഇവള് ഇറങ്ങിപ്പോയി എന്താന്ന് കൊച്ചിനോട് ചോദിച്ചു. അപ്പോൾ കൊച്ചു കരഞ്ഞോണ്ടാ കയറി വരുന്നത്. ഇവള് കൊച്ചിനെയായിട്ട് വിളിച്ചുകൊണ്ട് കയറി വന്നു. അപ്പോൾ കൊച്ചു കരയുന്നുണ്ട്. അപ്പം കൊച്ചിങ്ങനെ കൈ ഇങ്ങനെ പിടിച്ച് നിൽക്കുക. അപ്പം ഞാൻ ഇങ്ങനെ കയ്യെ തൊട്ടപ്പം തൊടിയിക്കുകയല്ല. അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ചപ്പം പറഞ്ഞ് ഇതുപോലെ സാർ എനിക്കിട്ട് ഇടി തന്നെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താടാ കാരണം എന്ന് വെച്ചാൽ പറഞ്ഞ് കൊച്ചു ഇതുപോലെ പറഞ്ഞ് ഇങ്ങനെ ക്വസ്റ്റ്യൻ വെച്ചാൽ ചോദിച്ച് സംശയം എന്തോ ചോദിച്ച് അന്നേരം സാറ് പറയാൻ നിൽക്കുകയായിരുന്നു. പറയുന്ന ഒറ്റ ഇടി ഇടിച്ചെന്ന് പറഞ്ഞു. വേറെ പിള്ളേർ സാറിനോട് ചോദിച്ച് എന്താ സാറേ കാണിച്ച് മോശമല്ലേ എന്ന് വെച്ചാൽ പറഞ്ഞു. എന്നാൽ നിങ്ങളും കൂടെ അവിടെ അവൻ്റെ കൂടെ ഇരുന്ന് കരയെന്നും പറഞ്ഞ് അപ്പം പറഞ്ഞു മാനേജറോട് ഞാൻ പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ മാനേജർ അപ്പം ഇല്ലായിരുന്നു സ്ഥലത്ത്. അത് കഴിഞ്ഞ് ഞാൻ ഈ അധ്യാപകനെ 4 പ്രാവശ്യം ഞാൻ വിളിച്ച് ഫോൺ എടുത്തില്ല. അപ്പം അത് കഴിഞ്ഞ് അധ്യാപകൻ എൻ്റെ കുടുംബത്തിൻ്റെ നമ്പറിലോട്ട് വിളിച്ച് ഫോൺ വന്നപ്പോൾ ഞാൻ അധ്യാപകനോട് ഇതുപോലെ കാര്യങ്ങൾ ചോദിച്ച്. അപ്പോൾ അധ്യാപകൻ പറഞ്ഞ് ശരി ഞാൻ ചെയ്ത് പോയി എന്നുള്ള രീതിയിലാണ് സംഭാഷണം. അത് ഒരു ദാർഷ്ട്യ രീതിയിലാണ് ഈ അധ്യാപകന്റെ സംസാരം. സന്തോഷ്. പൊട്ടലുണ്ടെന്നും നമുക്കറിയാൻ മേലായിരുന്നു. ഡോക്ടർ പറഞ്ഞ് 2 മാസം നല്ല ബുദ്ധിമുട്ടുണ്ടാവും. അതിനുവേണ്ടി ഇപ്പം ബെൽറ്റ് ഇട്ടിട്ടുണ്ട്. എല്ലിന് പൊട്ടലുണ്ട്. അത് എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ പറഞ്ഞ് ഇത് ഒന്നല്ലെങ്കിൽ വല്ല കമ്പി ഓടിക്കുക അടിച്ചുള്ള രീതിയിലാണ് അത്രയും വന്നിരിക്കുന്ന ഡോക്ടർ പറഞ്ഞ്. അത് കൂട്ടി രീതിയിലാണ് ഇടിച്ചത്. പോലീസ് പരാതി നൽകിയിട്ടുണ്ട്. അവർ വന്ന് അന്വേഷിച്ച് ഇതൊക്കെ പോയിട്ടുണ്ട്. പിന്നെ കൊച്ച് കിടന്നുറങ്ങിയിട്ടില്ല. അപ്പം എന്താന്ന് വെച്ചാൽ അവൻ ഞെട്ടല. അപ്പം എക്സാം സമയമായിരുന്നു. ഉച്ചകഴിഞ്ഞത്തെ എക്സാമിനായി ഈ സംഭവം നടന്നത്. പിന്നെ കൊച്ച് ട്രീറ്റ്മെൻറ്റിലായിരുന്നു, കഫക്കെട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ചെവിക്കൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് വായിച്ച് കൊടുത്ത് അപ്പോൾ അതിൻ്റെ ഒരു ഡൗട്ട് ചോദിക്കാൻ വേണ്ടി എഴുന്നേറ്റപ്പോഴത്തേക്കാണ് സാറ് ഇടിയായിരുന്നു. കൈ ചുറ്റി പിടിച്ച് ഷോൾഡറിലിട്ട് ഇടിക്കുകയായിരുന്നു ചെയ്തത്. അത് നല്ല ഫ്രാക്ചറുണ്ട്. നല്ല ഡോക്ടർമാർ വെച്ച കമ്പിപ്പാരക്കിട്ട് ഇടിച്ചോന്നാണ് ചോദിച്ചത്. ചെറിയൊരു കൊച്ചിന് ഒരു ഹൈറ്റുള്ള ആൾ എത്ര ഇതിൽ ഇടിക്കുമ്പോഴത്തേക്ക് ആ ആഘാതം അവിടെ സംഭവിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ. നിയമപരമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം? അതെ, നിയമപരമായിട്ട്. നാളെ ഒരു കുട്ടിക്ക് ഇത് സംഭവിക്കരുത്. നമ്മുടെ കുഞ്ഞിന് സംഭവിച്ചു. നമ്മുടെ കുഞ്ഞുങ്ങളെ പോലെയുള്ളൂ മറ്റു കുഞ്ഞുങ്ങളും. കൊച്ചിന് മാനസികമായിട്ടും മാനസിക സമ്മർദ്ദം നല്ല രീതിയിൽ അനുഭവിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഭക്ഷണം കഴിയില്ല, അവൻ ഇന്നലെ തൊട്ട് കഴിയില്ല. ഇന്ന് രാവിലെയായി ഇഞ്ചക്ഷനും ആ ഗുളികയും മാത്രമേ ഉള്ളൂ കയറുന്ന. ഭക്ഷണം വേണ്ടാന്ന് പറയുന്ന പേടിച്ച് ഞെട്ടി ആകെ ബുദ്ധിമുട്ടാണ്. ഒന്നും മയങ്ങി വരുമ്പോൾ ഞെട്ടലോടെ എണ്ണിച്ച് പിന്നെ വേദന, പിന്നെ ഉറക്കമില്ല കൊച്ചിന്. ആ ഒരു അവസ്ഥയിലോട്ട് പോയി. ഇപ്പോൾ സംഭവത്തിൽ സ്കൂൾ മാനേജർ വിദ്യാർത്ഥിയെ കാണാൻ ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ്. സാർ, എന്താണ് സ്കൂളിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടാവുക? സ്കൂളിന്റെ ഭാഗത്ത് മാനേജർക്ക് ചെയ്യാവുന്ന KR നിയമം അനുസരിച്ച് ചെയ്യാവുന്ന ആദ്യത്തെ നടപടി എന്ന് പറഞ്ഞ് 14 ദിവസത്തേക്ക് മാനേജർക്ക് സസ്പെൻഡ് ചെയ്യാം. അത് കഴിഞ്ഞ സസ്പെൻഷൻ നീട്ടണമെങ്കിൽ AEOയ്ക്ക് മാനേജർ നിർദ്ദേശം കൊടുക്കും. ഇന്ന പോലെ സംഭവം ഗൗരവമുള്ളതാണ്, അതുകൊണ്ട് നടപടി നീട്ടാനുള്ള അനുവാദം തരണമെന്ന് പറഞ്ഞ് നമ്മൾ AEOയ്ക്ക് കൊടുക്കുമ്പോൾ AEO അതൊരു 1 മാസത്തേക്ക് കൂടെ മാനേജർക്ക് അനുവാദം തരും ഈ സസ്പെൻഷൻ നടപടി നീട്ടിക്കൊണ്ടുപോകാൻ.
അത് ഒരു 2-3 മാസം വരെ ആ നടപടിക്രമം തുടരാൻ പറ്റും. അപ്പോൾ ഈ അധ്യാപകന്റെ ഭാഗത്ത് നിന്ന് എന്താണ് ഒരു പ്രതികരണം? അധ്യാപകനെ ഞാൻ വിളിച്ചപ്പോഴത്തേനും അദ്ദേഹം ആദ്യം ഒന്നും ഫോൺ എടുത്തില്ലെന്നാണ് ഇവരൊക്കെ പറയുന്നത്. ഞാൻ വിളിച്ചാൽ എടുക്കുമല്ലോ. ഞാൻ വിളിച്ചോറിനെ എടുത്തപ്പോൾ പറഞ്ഞാൽ എന്താ സന്തോഷമായി സംഭവം ഉണ്ടായത്. അത് ഞാൻ തോന്നിട്ടൊന്ന് തട്ടിയത് ശരിയാണ്. നമ്മൾ തട്ടിയാൽ അസ്ഥി പൊട്ടുമോ? തട്ടിയാൽ അസ്ഥി പൊട്ടത്തില്ലല്ലോ. അസ്ഥി പൊട്ടിയെന്നാണ് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട്. അതെന്താ അതിന് മറുപടി എന്താ പറയാനുള്ളത്? അപ്പോൾ പുള്ളിക്കാരനൊന്നും പറയുന്നില്ല, കരയാൻ തുടങ്ങി. സന്തോഷം എന്ന അധ്യാപകൻ ഹോസ്പിറ്റലിൽ കുട്ടിയെ കാണാൻ വന്നില്ല. സന്തോഷം എന്ന് പറഞ്ഞ ആൾക്ക് പേടിച്ചു വരാൻ കാരണം ഒരു ഭയങ്കര പേടിക്കാരനാണ്. അപ്പോൾ പുള്ളി അദ്ദേഹം പറഞ്ഞത് ഞാൻ പിന്നെ ഇദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അധ്യാപകരുടെ ജോജി എന്ന് പറയുന്ന അദ്ദേഹത്തെ വിളിച്ചു വരുത്തി. അദ്ദേഹം രാത്രി 12:30 വരെ ഹോസ്പിറ്റലിലുണ്ടായിരുന്നു. നമ്മൾ ചെയ്യാവുന്ന എല്ലാ ശിക്ഷണ നടപടി അതെല്ലാം മാനേജർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒരിക്കലും ഈ അധ്യാപന മാനേജരോ മാനേജ്മെന്റോ സംരക്ഷിക്കുകയാണ്. ആ കാര്യത്തിൽ 100% എന്തായാലും നിയമപരമായി വിദ്യാർത്ഥിക്കൊപ്പം കൂടെ ഉണ്ടാവും. 100% ഉണ്ടാവും. വിദ്യാർത്ഥിക്കൊപ്പം എല്ലാ സമയങ്ങളിലും ഞങ്ങളുണ്ടാവും. ഞാനെന്നല്ല, മാനേജ്മെന്റ് കമ്മിറ്റി ഒന്നാകെ ഉണ്ടാവും. പരീക്ഷാ ഹാളിൽ വെച്ച് ഒരു സംശയം ചോദിച്ചതിന്റെ പേരിലാണ് ഈ സന്തോഷ് എന്ന പേരുള്ള അധ്യാപകൻ ഈ 5ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ തോളിലേക്ക് ഇടിക്കുകയും തുടർന്ന് വിദ്യാർത്ഥിയുടെ തോളിന് പരിക്ക് സംഭവിക്കുകയും ചെയ്തിരിക്കുന്നത്. നിലവിൽ വിദ്യാർത്ഥിയെ സ്വകാര്യ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. സ്കൂൾ അധികൃതർ ഈ സന്തോഷ് എന്ന അധ്യാപകനെ നിലവിൽ സസ്പെൻഡ് ചെയ്തു എന്നൊരു വിവരമാണ് ലഭിക്കുന്നത്. സംഭവത്തിൽ ഈരാറ്റുപേട്ട പോലീസും കേസെടുത്തിട്ടുണ്ട്. എന്തായാലും നിയമപരമായി തന്നെ മുന്നോട്ട് പോകാനാണ് വിദ്യാർത്ഥിയുടെ കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്.